കണ്ടില്ലേ ഇമാമേ അഹ്ലുസുന്നത്ത് മുജദ്ദിദേ ദീൻ വ മില്ലത്ത് ബഹുമാനപ്പെട്ട അഷ്ശൈഖ് അഹ്മദ് റുലാഖാനിൽ ബറേൽവി റഹിമഹുല്ലാഹ് മഹാനവരുകളെ ചരിത്രം ശിഷ്യനാകുന്ന ബഹുമാനപ്പെട്ട മുസഫറുദ്ദീൻ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി വെക്കുന്നു. സവാനിഹ് അലാ ഹസ്രത്തിൽ പറയുന്നു, ബഹുമാനപ്പെട്ട അലാ ഹസ്രത്തിന്റെ മുമ്പിലേക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ നിന്ന് ആരെങ്കിലും മടങ്ങി വന്നാൽ എവിടെന്നാണ് വന്നതെന്ന് ചോദിക്കപ്പെടും. ഞങ്ങളുടെ നാട്ടിലൊരു പ്രത്യേക ഒരു നടപ്പുണ്ടല്ലോ, ഹജ്ജ്, ഉംറ, ഗൾഫ്, ദൂരയാത്ര കഴിഞ്ഞാൽ ഖതീബ് ഉസ്താദിനെ കാണാൻ പോവുക, അതുപോലെ നാട്ടിലെ തങ്ങന്മാരെ കാണാൻ പോവുക, നാട്ടിലെ ഉസ്താദുമാരെ കാണാൻ പോവുക എന്നൊരു നടപ്പുണ്ട്. ആ നടപ്പ് പ്രകാരം ബഹുമാനപ്പെട്ട ആലാ ഹസ്രത്തിന് മുമ്പിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് ആരെങ്കിലും വന്നാൽ ബഹുമാനപ്പെട്ടവർ ചോദിക്കും, നിങ്ങൾ മദീനയിലേക്ക് പോയിട്ടാണോ വന്നതെന്ന്. അത് ചോദിച്ച സമയത്ത് മറുപടിയിൽ പോയിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവര് ആ ഹജ്ജിന് പോയി തിരിച്ചു വന്ന ആളെ കാലി പിടിച്ച് ചുംബിക്കുമത്രേ. എന്താണിത്? ഇഷ്കിന്റെ ഓരോ അധ്യായങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അവർ തീർക്കുകയാണ്. ഈ ബന്ധമാണ് ഞങ്ങൾക്ക് ഖബറിൽ ആളെ കാണിക്കുമ്പോൾ ഹാദാ റസൂലുള്ളാഹ്, ഹാദാ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ സാധിക്കുക. മദീനയിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാലോ അയാളെ പിന്നെ തിരിഞ്ഞു നോക്കുന്ന പ്രശ്നം തന്നെയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഇതേ അലാ ഹസ്രത്താണ് നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അത്തഹിയാത്തിൽ സലാം പറയുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ആ സലാം മടക്കുന്നത് ഇങ്ങനെ കേൾക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ടവര്. ഒരു ദിവസം അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യന്മാര് ചോദിക്കുന്നു, നിങ്ങൾ ഇന്നത്തെ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന സലാം ഇങ്ങനെ ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അലാ ഹസ്രത്ത് തങ്ങൾ പറയുകയാണ്, എന്താണ് പറഞ്ഞത് മുഅ്മിനീങ്ങളെ, ഞാൻ ദിവസവും റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള കവിതകൾ രചിക്കാറുണ്ട്, ഹബീബായ തങ്ങളെ കുറിച്ച് പാട്ട് പാടാറുണ്ട്. ഒരു ദിവസത്തിൽ ഒരു മദിഹിന്റെ വരിയെങ്കിലും രചിക്കാതെ എന്റെ ദിവസം പോയിട്ടില്ല. അങ്ങനെ കുറെ മദിഹിന്റെ വരികൾ ബഹുമാനപ്പെട്ടവരുടേതുണ്ട്. സർവർ कहूं के मालिको मौला कहूं तुझे बागे खलील का गुलेज़े बा कहूं तुझे सुबह तैबा में हुई बटता है बाड़ा नूर का सदका लेने नूर का आया है तारा नूर का. അങ്ങനെ കുറെ കവിതകൾ ജമീനോ ജമാ തുമ്ഹാരേ ലിയേ മക്കീനോ മക്കാ തുമ്ഹാരേ ലിയേ ബനേ ദോ ജഹാ തുമ്ഹാരേ ലിയേ ഹമായേ യഹാ തുമ്ഹാരേ ലിയേ അങ്ങനെ തുടങ്ങിയ കുറെ കവിതകൾ ഞങ്ങളെ ഈ മംഗലാപുരത്തും കേരളത്തും മറ്റുള്ള നാടുകളിലൊക്കെ ഉറുദു ഉസ്താദുമാര് പാടുന്ന കവിതകളിൽ 90% ബഹുമാനപ്പെട്ട ആലാ ഹദ്റത്തിന്റെ കവിതകളാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അത്രയും വലിയ ആശിക്കാണ് ബഹുമാനപ്പെട്ടവര്. അങ്ങനെ ഒരു ദിവസം മദ്ഹിന്റെ വരി എഴുതാൻ മറന്നുപോയപ്പോൾ ഇന്ന് ഞാൻ ഒരു വരി റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള പാട്ട് എഴുതാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ സലാം പറയുമ്പോൾ നബി തങ്ങൾ സലാം മടക്കിയതായിട്ട് ഇങ്ങനെ കേൾക്കാതെ ആയപ്പോഴാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ടവര് പറയുന്നു. ഇങ്ങനെയാണ് ഇഷ്കിന്റെ അധ്യായങ്ങൾ തീർത്ത മഹാന്മാർ.